ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ പുതിനയിലയെ കുറിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റോസ്മേരിനെ കുറിച്ചാട്ടോ. അപ്പോൾ റോസ്മേരി പൊക്കത്താണ്, അമ്മ അവിടെ ഏതാണ്ട് കാണിച്ചു വെച്ചേക്കുവാണ്. നമുക്ക് എന്തായാലും പോകാം ഗൈസ്. വാ ഗൈസ്, അമ്മയുടെ ഇതൊക്കെ നോക്കിയ ഗൈസ്, ആകപ്പാടം മൊത്തത്തിൽ ഉണങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ അമ്മ ഉണക്കി കളഞ്ഞു ഗൈസ്. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ ഡാൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വന്നപ്പോൾ മുളകും ഇതൊക്കെ നീക്കി വെച്ച്. ഇതുണ്ടോ അസ്ഥി കൂടാ, ഇത് ഓരോന്ന് നീക്കി വെച്ചപ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇത് അടുത്ത അസ്ഥി കൂടം. ഇതെല്ലാം ഉണങ്ങിക്കിടക്കുക, ഉണക്കമുളകായി. നോക്ക് ഗൈസ്, നമുക്ക് ഡയറക്റ്റ് ഉണക്കമുളകായിട്ട് ഉപയോഗിക്കാം ഗൈസ്. ദേ മുളകൊക്കെ ഉണങ്ങിക്കിടക്കുക, നമുക്ക് നല്ല ഉണങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇത് എന്തായാലും ഇനി ഉണക്കമുളക് ഉണക്കാൻ വെക്കണ്ട നമുക്ക്. അമ്മയുടെ സുരക്ഷക്കുറവ് കാരണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ മൊത്തത്തിൽ ഉണക്ക പോലെ കിടക്കുവാണ്. എന്തായാലും നമ്മുടെ റോസ്മേരി എടുത്തത് ഇത് കണ്ടോ, ഈ പൂ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ടാർഗറ്റ് ഇട്ടിട്ട് പോയതാണ്. നല്ല ഭംഗിയില്ലേ, നമുക്ക് ഫ്ലവർ വൈസിലൊക്കെ ഉണ്ടാക്കാം നല്ല ശരിക്കും. എനിക്ക് ഫ്ലവർ വൈസ് ഇല്ല, അതുകൊണ്ട് പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലൊക്കെ നമുക്ക് വേണം വെക്കാം. ഈ റോസ്മേരി ഇവിടെ അതിനകത്ത് പുല്ലൊക്കെ കയറി കിടക്കുവാണ്. ഇതിനകത്ത് കൊണ്ട് അമ്മ ഗ്യാബേജ് ഏതാണ്ടും വെച്ചേക്കണം ഗൈസ്. അയ്യോ, നമുക്കിതും കൊണ്ട് താഴത്തോട്ട് പോവാം ഗൈസ്. അതേ താഴത്തോട്ട് പോവാം എന്ന് ഗൈസ്. അപ്പോൾ നമ്മുടെ റോസ്മേരി നമ്മൾ അവിടെ നിന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതാണ് നമ്മുടെ റോസ്മേരി. അപ്പോൾ ഇത് അമ്മ എന്തോ പിടിപ്പിച്ചാണ്, എനിക്ക് അറിയാൻ പാടില്ല എന്ന് പിടിപ്പിച്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു കുറേ നാളത്തിന് ശേഷം എവിടുന്നോ പൊട്ടി മുളച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ റോസ്മേരി, ഇത് നിങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും, റോസ്മേരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കണമെന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് അത് തന്നെയാണ് ഗൈസ്, നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന റോസ്മേരിയാണ്. അല്ല, ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് പിഴിയണം. പിഴിഞ്ഞിട്ടില്ലെങ്കിൽ പിഴിഞ്ഞില്ലെങ്കിൽ ഇതോടെ വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് തലയിൽ വെച്ചാൽ മതി. മുടിയൊക്കെ വളരാൻ നല്ലതാണ്, നല്ല കട്ടിയൊക്കെ വെക്കും. അപ്പോൾ ഇപ്പോൾ റോസ്മേരിയുടെ കുറേ ഐറ്റംസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ മേടിക്കണേലും നല്ല നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കടിച്ച് നോക്കാനിട്ട് അതേമാതിരി പറയ്ക്ക്, കടിച്ച് നോക്ക്. എടാ പൊള്ളണില്ലേടാ ഒരു എരി. അത് ഞാൻ ഒരു ദിവസേ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ കടിച്ച് കഴിച്ചു. ചന്ദനത്തിരിയുടെ മണം കണ്ടോ, മണിക്കല്ല എന്നാലും കാണാമല്ലോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് അമ്മ പിടിക്കുമോയെന്നറിയില്ല. നമ്മളെന്തായാലും ഇതേമാതിരത്തെ ഒരു ശിഖരം പറിച്ച് അമ്മ ഇവിടെ കുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ടർട്ടിൽ വൈനൊക്കെ ഇട്ടിട്ടുണ്ട്. പൊക്കി നോക്കട്ടെ വേര് വന്നോന്ന്, ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. ഇവിടെയും വെച്ചിട്ടുണ്ട്, ഇതിനകത്തും വെച്ചിട്ടുണ്ട്. അമ്മ എന്തൊക്കെയൊക്കെ കാണിക്കുന്നുണ്ട്, അത് കിളുക്കും. എൻ്റെ തൊണ്ടയുടെ ഒച്ച ഇങ്ങനെ ഇരിക്കുന്ന കാരണം എനിക്കെല്ലാം ചുമയും കഫക്കെട്ടിലുള്ള കാരണമാണ്. ഇന്ന് അമ്മ തിളപ്പിച്ച് തരുമെന്ന് തോന്നുന്നു. ഞാൻ ഇന്നലെ അതിൻ്റെ വീഡിയോ ഇട്ടെന്ന് എനിക്ക് മിണ്ടാൻ മേലായിരുന്നു ഗൈസ്. എനിക്ക് തൊണ്ട ഇങ്ങനെ വെച്ചിട്ട് എന്നൊരു ഒച്ച വരുവാണ്. അപ്പോൾ എൻ്റെ ഒച്ച ഒരുമാതിരി ഇരിക്കുമായിരിക്കും ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ഇത് വെച്ചാണ് നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്നതും. പിന്നെ ഈ നമ്മൾ ചിക്കൻ കറി, മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക്, മീൻ വറുക്കുക, ചിക്കൻ വറുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചില ഹോട്ടലിൽ നിന്ന് മേടിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പം ഒരുമാതിരി ഒരു 100-90% ആൾക്കാർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ രീതിയിലൊരു ഉറപ്പ് തരുന്നത്. ബാക്കി 10% ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടാവുള്ളൂ. അത് അത്ര ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ റോസ്മേരി ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇത് നമ്മൾ ജസ്റ്റ് അരക്കണം. അരച്ചിട്ട് എന്ത് മസാലയാണ് നമ്മൾ ചിക്കനിലും മീനൊക്കെ തേക്കാൻ വെക്കുന്നത് അതിലേക്കിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് എല്ലാത്തിലിട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് വറുത്തെടുത്ത് അടിപൊളി ടേസ്റ്റാണ്. അമ്മ ഒരു ദിവസം മീൻ വറുത്തപ്പോൾ ഇട്ട് തന്നു ഗൈസ്, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവൻ അതിലോട് കറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അമ്മയുണ്ട്, അമ്മയുടെ പൊക്കം. അപ്പോൾ എന്തായാലും നമ്മുടെ റോസ്മേരിനെ കുറിച്ച് പറയാൻ ഞാൻ വന്നതാണ് കേട്ടോ. പിന്നെ അമ്മക്ക് ഇന്ന് കുറേ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുണ്ടോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അമ്മ ഏറ്റ് ബക്രു ഏറ്റ്. നമ്മുടെ ഇവിടെ തൈകളുണ്ട്. ഇതെന്താണ്, പ്ലാവ്, മാവ്. ഇത് മാംഗോസ്റ്റീനാണ്, മാംഗോസ്റ്റീൻ. പിന്നെ ഇത് ഗുവാവ അഥവാ പേരക്ക. എൻ്റെ പൊന്നോ മൈക്കില്ല, കേട്ട് കാണില്ലായിരിക്കും, ചിലപ്പോൾ കേട്ട് കാണും.
അപ്പോൾ എന്തായാലും ഈ ജാക്ക് മാറ്റി ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര ആക്റ്റീവ് അല്ലാത്ത എനിക്ക് ഒന്നാമത് കാറി പറയാൻ എനിക്ക് ചോച്ചയില്ല കൈസ്, ഒരുമാതിരി ഇരിക്കണം. പക്ഷെ ഇന്ന് മൊത്തം ഞാൻ കാറിപ്പാറി നടക്കുമായിരുന്നു, മൊത്തത്തിലിരുതായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ പറയാതെ എനിക്ക് കുറേ തൈകളും കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നായിരുന്നു അമ്മ? കൃഷിഭവനിൽ നിന്നായിരുന്നു കേട്ടോ. അമ്മക്ക് പോയി മേടിച്ചാണ് അമ്മ. അപ്പോൾ അതേ കുറേ തൈയും കിട്ടി. എന്തായാലും നമ്മുടെ റോസ്മേരി കണ്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റോസ്മേരി പിടിപ്പിക്കാൻ നോക്കുക. ഇതിന് എത്ര ഒരെണ്ണത്തിൻ്റെ വില? നമ്മൾ വില കുറവിന് നമുക്ക് ലാഭത്തിൽ കിട്ടിയതാട്ടോ ഇത്. പക്ഷെ ഇവിടെയൊക്കെ പിടിക്കുമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പിടിച്ചു. ആ ഇത് ഇതേമാതിരത്തെ തൈയായിരുന്നു. നമ്മളിങ്ങനെ തഴച്ച് എന്നാലും വളർന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ രീതിയിൽ ഇത് തഴച്ചതാണ്. അപ്പോൾ എന്നതാമേ എൻ്റെ മുടിയായിരിക്കും ഗൈസ്. എൻ്റെ ചേട്ടായി കാണിച്ചത് സർപ്രൈസാണ്. അത് ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ വെച്ച് അങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ പോടാ നീ. അതെ അതെ അതെ, നമ്മളെ ഒന്നും മൈൻഡില്ല. എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മുടെ ഇപ്പോൾ ഇതുവരെ മറന്നു. പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഒരു കാര്യം ഓർത്താണ് നിങ്ങളോട് ഇന്ന് പറയണമെന്ന്. ഇന്നലത്തെ വീഡിയോയിൽ ആ പുതിനേനെ പിന്നെ ആ പനിക്കൂർക്കേനെ ഞാൻ മാറ്റി തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിനക്ക് പകരം ഞാൻ എന്തായിരുന്നു മല്ലി പറഞ്ഞായിരുന്നു, മല്ലിക്ക് പകരം പനിക്കൂർക്ക പറഞ്ഞായിരുന്നു. പനിക്കൂർക്ക കിടക്ക് ഞാൻ പുതിന കൊണ്ടാ പറഞ്ഞായിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ചെടുത്താൽ കിട്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അത് പറയണമെന്ന് ഞാൻ ഇന്നലെ തന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു. എൻ്റെ ഓട്ടത്തിലാണ് നിങ്ങൾ നോക്കേണ്ടത്. എന്തായാലും അതിൻ്റെ ഉപയോഗമൊക്കെ മനസ്സിലായല്ലോ. ഇപ്പം എന്തായാലും പുതിന എന്ന് പറഞ്ഞ് ഞാൻ മല്ലിയാക്കിയത് എല്ലാവരും ഒന്ന് മാറ്റുക. എൻ്റെ തൊണ്ട ഇപ്പോഴേ കാറാൻ തുടങ്ങി. എന്തായാലും ഇവരെന്തോ ഭയങ്കര വശവിശ കൊണ്ട് കഴിച്ചു തൊണ്ട പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് പൊക്കോണം പറയടാ. ബെല്ലൈക്കൻ. ബൈ.